വാട്സപ്പിൽ നമുക്കൊരു ഡോക്യുമെൻ്റ് സ്കാൻ ചെയ്തിട്ട് അത് PDF ആയിട്ട് ഒരാൾക്ക് അയച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടോ? ഉണ്ടല്ലോ. എങ്ങനെയാണെന്നല്ലേ ഞാൻ കാണിച്ചു തരാം. ഇതിനായി നമ്മൾ നമ്മുടെ ഫോണിലെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ നമ്മുടെ വാട്സപ്പിൽ ആർക്കാണോ അത് അയച്ചു കൊടുക്കേണ്ടത് ആ വ്യക്തിയുടെ ചാറ്റ് ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ എൻ്റെ സുഹൃത്തായ ബെന്നിക്കാണ് ഒരു ഡോക്യുമെൻ്റ് അയച്ചു കൊടുക്കാൻ പോകുന്നത്. ഇതിനു വേണ്ടി നമ്മൾ ഈ താഴെ കാണുന്ന പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും ഓപ്ഷൻസ് നമുക്കിവിടെ താഴെ കിട്ടും. ഇതിൽ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഐക്കണിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു 3 ഓപ്ഷൻസ് ആണ് ഇവിടെ കിട്ടുക. ഇതിൽ സ്കാൻ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞതിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ഈ സ്കാൻ ഡോക്യുമെൻറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ക്യാമറ ഓപ്പൺ ആവും. ക്യാമറ ഓപ്പൺ ആയി കഴിയുമ്പോൾ നമുക്ക് ഏത് ഡോക്യുമെൻ്റ് ആണോ സ്കാൻ ചെയ്യേണ്ടത് അതിൻ്റെ അടുത്തേക്ക് ക്യാമറ ഫോക്കസ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ വാട്സപ്പ് ക്യാമറ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഡോക്യുമെൻ്റ് സ്കാൻ ചെയ്ത് നമ്മുടെ ചാറ്റ് ബോക്സിലേക്ക് കൊണ്ടുവരും. നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും ആ ഒരു ഡോക്യുമെൻ്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു സെൻഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കാണോ അയക്കേണ്ടത് ആളിലേക്ക് ഈ ഒരു സ്കാൻഡ് PDF പോകുന്നതാണ്. കണ്ടോ, ആളിലേക്ക് സെൻഡായി. കണ്ടോ, ടിക്ക് വീണു, ഡബിൾ ടിക്ക് വീണു. ഇനി അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കത് ഒരു PDF ആയിട്ട് തന്നെ ലഭിക്കുന്നതാണ്. ഇതുപോലെ നമുക്ക് ഫോട്ടോസ് ആണെങ്കിലും അല്ലെങ്കിൽ CV ഒക്കെ ആണെങ്കിലും എന്ത് തന്നെ ആണെങ്കിലും വിത്തിൻ സെക്കൻഡ്സിൽ നമുക്ക് PDF ആയിട്ട് നമുക്ക് അയക്കാൻ പറ്റുന്നതാണ്. ഇവിടെ കണ്ടോ, ഈ ഒരു ഫോട്ടോ ഞാൻ PDF ആയിട്ട് അയക്കാൻ പോകുന്നതാണ്. കണ്ടോ, ആളിലേക്ക് ഒരു PDF ആയിട്ട് ഇപ്പോൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞു. സെൻഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ആ ഒരു PDF ആയിട്ട് ആ ഒരു ഫോട്ടോ ആളിലേക്ക് എത്തി. ഇതുപോലെ വളരെ സിമ്പിളായിട്ട് വാട്സപ്പിൽ നമുക്ക് സ്കാൻ ചെയ്ത് ഡോക്യുമെൻ്റ് ആയിട്ട് അയക്കാൻ പറ്റുന്നതാണ്.